അയലൂർ പെരോട് പുതുച്ചി പാടശേഖര സമിതി വാർഷിക പൊതുയോഗം നടത്തി. സമകാലിക കാർഷിക വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. നെല്ല് സംഭരണം വേഗത്തിൽ നടപ്പിലാക്കണമെന്നും അധിക നെല്ല് സംഭരണം നടത്തണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. കൃഷി ഓഫീസർ എസ് കൃഷ്ണ സമകാലിക കാർഷിക വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചു. കാർഷിക അനുബന്ധ മേഖലകളിലുള്ള കൃഷികളെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് മുൻഗണനേ ഉള്ളൂ. അതിനർത്ഥം നമുക്കൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല എന്നല്ല, മുൻഗണനയുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളതിൽ അപേക്ഷ കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചേട്ടൻ്റെ തൊഴുത്തൊക്കെ ഉണ്ട്, അപ്പോൾ പശുവുണ്ട്, ഒരു 2 പശുവുണ്ട്, നെൽകൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് പശുവിന് എപ്പോഴും അസുഖം വരുവാണ്. ഈ കിടക്കുമ്പോൾ കാല് പൊട്ടുന്നു, അല്ലെങ്കിൽ അകിട് വെക്കം വരുന്നു, അങ്ങനെ കുറേ രോഗങ്ങൾ വരുവാണ്. അപ്പോൾ ആൾക്ക് എന്ത് വേണം, അവിടെ ഒരു കൗമാറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു. അങ്ങനെ തോന്നുമ്പോൾ എന്താണ്, ആൾക്ക് ആ പശുവിന് കൊടുക്കേണ്ട ആ ഒരു മരുന്നിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന എക്സ്പെൻസ് കുറഞ്ഞ ആ ഒരു എമൗണ്ട് അവർക്ക് എന്താണ് വരുമാനം. അപ്പോൾ ഓരോന്നിനും ഓരോ യൂണിറ്റ് കോസ്റ്റ് ഉണ്ട്. ജില്ലാതലത്തിൽ തന്നെ ഒരു യൂണിറ്റ് കോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 5000 രൂപേൻ്റെ കൗമാറ്റിന് 50% സബ്സിഡിയാണ് നമ്മൾ ഈ അപേക്ഷ കൊടുത്ത ആൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോന്നിനും, ഇപ്പോൾ തൈകൾക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു യൂണിറ്റ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് കോസ്റ്റിൻ്റെ 75% വരെ സബ്സിഡി കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഫലവൃക്ഷ തൈകളാവാം, എന്ത് വേണമെങ്കിലും ആവാം, വിത്തുകളാവാം. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ വരുമാനം കൂട്ടാൻ പറ്റുന്നത് അതിനുള്ള ഒരു സബ്സിഡി നമ്മൾ അതിൽ കിട്ടുന്നുണ്ട്. അതാണ് ഈ ഫാം പ്ലാൻ പദ്ധതി. വാർഡ് മെമ്പർ കെ കണ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. കെ സുന്ദരൻ അധ്യക്ഷനായി. കെ സുരേന്ദ്രൻ, പൊന്മല, ജനചന്ദ്രൻ, മണികണ്ഠൻ, രാമചന്ദ്രൻ, രാധാകൃഷ്ണൻ, പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു.